ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ വളരെ രുചികരമായിട്ട് നമുക്ക് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടയ്ക്ക മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു തേങ്ങാക്കൂട്ടം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിലും ഒരു 1/4 കപ്പ് അളവിൽ തന്നെ മതിയാവും. തേങ്ങയ്ക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 5-6 ചെറിയുള്ളി നമുക്ക് എടുക്കാം. അതും ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. തീരെ ചെറുതായതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത്. ഇച്ചിരി കൂടി വലിയ സൈസാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അതായത് ആദ്യം ചെറിയ രീതിയിൽ വെള്ളമൊന്നും ചേർക്കാവുന്ന അരച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഈ ഒരു അളവിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം അളവിൽ വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഇതിൻ്റെ ആ ഒരു ചെറിയ ഒരു സ്റ്റിക്നെസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമ്മളൊന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ കുറച്ച് സമയം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിക്നെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് പകുതിയിലധികം നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടത്തുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുകിനോടൊപ്പം തന്നെ ഇതുപോലെ വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് കുറച്ച് ഉലുവയും കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളി അല്ലിയും ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഇതുപോലെ ഒരു 4 വറ്റൽമുളകും കൂടി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ വെണ്ടയ്ക്കയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും കൂടി. ഫ്ലെയിം ഈ സമയത്തെല്ലാം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കണം. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങാക്കൂട്ടൊന്ന് ചേർക്കാനായിട്ട്. ആ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ മാത്രം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടെല്ലാം ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത്
നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത തൈരും കൂടിയാണ്. നല്ല പുളിയുള്ള തൈരിൽ 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തൈര് നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. തൈര് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ തൈരൊന്നും തിളയ്ക്കാൻ വേണ്ടി പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. തൈര് തിളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ തിളയ്ക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. അതുവരെയും നമ്മളൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഈ തൈരിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി, കൂടെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി, നമ്മുടെ ഈ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ അത് തന്നെയാണ്. അപ്പോൾ ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മോരുകറി എല്ലാം നന്നായിട്ട് തന്നെ ചുറ്റുന്നൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയമായിട്ട് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലൊരു വെണ്ടയ്ക്ക മോരുകറി ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ രാവിലെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ വിളമ്പാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു ദിവസം വെച്ചിട്ട് പിന്നീട് അടുത്ത ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തില്ലേ? ഉറപ്പായിട്ടും ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.